നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഈ അടുത്തായി തന്നെ ഒട്ടനവധി വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടതും നിരവധി ആളുകൾക്ക് പല വിമാന അപകടങ്ങളിൽ പല രാജ്യങ്ങളിലായി ജീവൻ നഷ്ടപ്പെട്ടതും ഏവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് മാത്രം പുറത്തു വന്ന രണ്ട് വാർത്തകൾ പ്രത്യേകിച്ചും വിമാനയാത്രക്കാരെ സംബന്ധിച്ച് അങ്കലാപ്പിലാക്കുന്ന രണ്ട് വിഷയങ്ങൾ. യാത്രക്കിടയിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ തോക്കുമെടുത്ത് മുന്നിൽ വന്നാൽ എന്താണ് ചെയ്യുക? അതല്ലെങ്കിൽ വിമാനയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈലറ്റ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണാൽ എന്താകും അവസ്ഥ? ഈ രണ്ടവസ്ഥയിലൂടെയും കടന്നുപോയ ഒരു കൂട്ടം യാത്രക്കാരുടെ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പരിഭ്രാന്തരായി ജീവൻ പോലും കയ്യിൽ പിടിച്ച് വിമാനയാത്ര നടത്തിയ യാത്രക്കാർ, മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഒഴിവാക്കാൻ കഴിഞ്ഞ വലിയൊരു അപകടം, ദുരന്തം, അതാണ് പുറത്തു വരുന്നത്. ആദ്യമായി കിട്ടുന്ന വാർത്ത, വിമാനയാത്രക്കിടയിൽ പൈലറ്റ് കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. വിമാനം പറന്നു പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം അടിയന്തരമായി തന്നെ കോ പൈലറ്റിന് നിലത്തിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെട്ട EasyJet എന്ന വിമാനമാണ് ഗ്രീസിലെ ആഥൻസിൽ വെച്ച് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത്. കോ പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂവിൻ്റെയും സംയോജിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം വലിയ ഒരു അപകടമാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഹർഘാദയിൽ നിന്നും പുറപ്പെട്ട EC2252 എന്ന വിമാനമാണ് ഞായറാഴ്ച വലിയൊരു ദുരന്തത്തിന് മുന്നിൽ പെട്ടുപോയത്. വിമാനം പറന്നുയർന്ന് കേവലം 2 മണിക്കൂറിനിപ്പുറം കോക്പിറ്റിൽ പൈലറ്റ് ബോധം കെട്ട് വീഴുകയായിരുന്നു. ആദ്യം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതിരുന്ന കോ പൈലറ്റ് തൊട്ടു പുറകെ തന്നെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങുകയായിരുന്നു. ശേഷം ക്യാബിൻ ക്രൂ അംഗങ്ങളെ വിവരമറിയിച്ചു. അവർ ഉടൻ തന്നെ വൈദ്യസഹായത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി. കുഴഞ്ഞു വീണ പൈലറ്റിന് വൈദ്യസഹായം നൽകാൻ വേണ്ടി അടിയന്തരമായി ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ആദ്യം ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് നൽകിയത്. വിമാനത്തിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങൾ വളരെ വേഗം കോക്പിറ്റിലേക്ക് ഓടിപ്പോകുന്നത് യാത്രക്കാർ കണ്ടപ്പോൾ ആദ്യം കരുതിയത് യാത്രക്കാരിൽ ആർക്കെങ്കിലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കാണുമെന്നായിരുന്നു. പിന്നീടാണ് യാത്രക്കാർ തന്നെ തിരിച്ചറിഞ്ഞത് പൈലറ്റിനാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന്. ഏറെ ഭയന്ന യാത്രക്കാർ മെഡിക്കൽ പരിശീലനം ലഭിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ജീവനക്കാർ ചോദിച്ചപ്പോൾ യാത്രക്കാരിൽ ഏതാനും പേർ മുന്നോട്ടെത്തി അടിയന്തരമായി നൽകേണ്ട വൈദ്യസഹായം നൽകി. പൈലറ്റിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ അടക്കം പറയുന്നത്. എമർജൻസി ലാൻഡിംഗ് നടത്തി ഉടൻ തന്നെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം നേരത്തെ വിവരം നൽകിയതനുസരിച്ച് വൈദ്യസഹായം നൽകാൻ ആംബുലൻസും ഡോക്ടർമാരും അടക്കമുള്ള സന്നാഹങ്ങൾ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയായിരുന്നു. ശേഷം വിമാനയാത്രക്കാരുടെ യാത്ര വൈകിയിരുന്നു. അവർക്ക് എത്തേണ്ടയിടത്ത് സമയോചിതമായി എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. യാത്ര വൈകിയവർ തിങ്കളാഴ്ച മാഞ്ചസ്റ്ററിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ടി താമസവും ഭക്ഷണവും ഒക്കെ തന്നെ EasyJet തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. നിർണായക ഘട്ടത്തിൽ വളരെ ക്ഷമയോടെയും സമാധാനത്തോടെയും സഹകരിച്ച വിമാനത്തിലെ യാത്രക്കാർക്ക് കമ്പനി അധികൃതർ നന്ദി പറയുകയാണ്. പൈലറ്റിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല. എന്നാൽ മറ്റൊരിടത്ത് ഹോണ്ടുറസിൽ പറന്നുയർന്ന വിമാനത്തിൽ തോക്ക് ചൂണ്ടി വിമാനത്തിനുള്ളിൽ തന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു യാത്രക്കാരൻ. വിമാനം റൺവേയിൽ നിന്നും പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കിപ്പുറമാണ് തോക്ക് പുറത്തെടുത്ത് യാത്രക്കാരെ ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ വിമാനത്തിനുള്ളിൽ എങ്ങനെയാണ് ഇയാൾക്ക് തോക്ക് കൊണ്ട് കയറാനായി സാധിച്ചത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. സഹയാത്രികരെ കൊല്ലുമെന്ന ഭീഷണി ഉയർത്തിയാണ് ഇയാൾ രംഗത്ത് വന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ സമയോചിതമായി ജീവനക്കാർ ഇടപെട്ടതുകൊണ്ട് വലിയ അപകടം തന്നെയാണ് ഒഴിവാക്കാൻ സാധിച്ചത്. യാത്രക്കാരുടെ സഹായത്തോടെ വളരെ വേഗത്തിൽ ഒരു ഉദ്യോഗസ്ഥർ ഇയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങുകയും ഇയാളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ വേഗത്തിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള നിർദ്ദേശം പൈലറ്റ് ആവശ്യപ്പെട്ടു. അനുമതി കിട്ടിയതിന് പിന്നാലെ തിരികെ അതേ വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു ചെയ്തത്. വിമാനത്താവളത്തിലെ ഇത്രയും വലിയ പരിശോധനയെ, ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങളെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു തോക്ക് വിമാനത്തിനുള്ളിൽ കയറ്റാൻ സാധിച്ചത്? വളരെ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. സുരക്ഷാ പരിശോധന ഒക്കെ തന്നെ മറികടന്ന് തോക്കുമായി എങ്ങനെ ഇയാൾക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. എന്തായിരുന്നാലും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ സ്ഥിതിഗതികളെക്കുറിച്ച്, വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഒക്കെ തന്നെയുള്ള ചർച്ചകൾ ഈ അടുത്ത കാലങ്ങളായി വലിയ തോതിൽ ഉയർന്നു കേൾക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.